എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ബാങ്കിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ റീസണിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റീസണിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവേ നമ്മൾ റീസണിങ്ങിൻ്റെ ടോപ്പിക്സ് മാത്രം പറഞ്ഞു പോകുന്നതിനേക്കാൾ ബാങ്ക് എക്സാമിന് മൊത്തത്തിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളൊരു എക്സാം ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ നോർമലി നമ്മൾ കാണുന്നത് PSC, SSC, റെയിൽവേ, ബാങ്ക് എക്സാംസ് തന്നെയാണ് അല്ലേ. അപ്പോൾ നോർമലി എല്ലാവരും SSC, റെയിൽവേ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ SBIയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ക്ലർക്കിൻ്റെയും POൻ്റെയും വന്നിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ ഏകദേശം ഒരു ഏപ്രിലൊക്കെ ആവുന്ന സമയത്ത്, നെക്സ്റ്റ് ഇയർ ഏപ്രിലൊക്കെ ആവുന്ന സമയത്ത് IBPS അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേ RRBയും അവരുടെ എക്സാംസ് വിളിക്കും. ഓക്കെ, അപ്പോൾ നോർമലി എല്ലാ വർഷവും ഒരു 6 എക്സാംസ് സ്ഥിരമായിട്ട് നമുക്ക് എന്താണ് ബാങ്ക് എക്സാമിലും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് SSC, റെയിൽവേ എക്സാം പഠിക്കുന്നവർ പലപ്പോഴും ചിന്തിക്കും അത് പഠിക്കുമ്പോൾ എന്തിനാണ് ഇത് എഴുതുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ടോപ്പിക്സിൽ ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ SSC എക്സാംസ് ഒരു മാത്സും റീസണിങ്ങും ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് GK നമുക്കിവിടെ ബാങ്ക് എക്സാമിന് ആവശ്യമില്ലെങ്കിലും കറണ്ട് അഫയേഴ്സ് എന്തായാലും നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരുപോലെ ഉണ്ട്. എല്ലാം ഒരുപോലെ അല്ലെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ അവിടെ ഒരുപോലെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും SSC പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ PSC എക്സാമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം PSC എക്സാം നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള എക്സാംസുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ SSC, റെയിൽവേ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബാങ്ക് എക്സാം. അല്ലെങ്കിൽ ബാങ്ക് എക്സാം തന്നെ, അല്ലെങ്കിൽ ബാങ്ക് ജോലിയുടെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ SBIയുടെ ഇപ്പം നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ആണ് വന്നത്. പക്ഷേ എങ്കിലും SBI ക്ലർക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വേക്കൻസി വന്നിട്ടുണ്ട്. SBI PO വരുന്ന സമയത്ത് വേക്കൻസി അങ്ങനെ ഒരുപാട് പറയാൻ പറ്റില്ലെങ്കിലും, പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് രണ്ടിനും കൂടെ അത്യാവശ്യം വേക്കൻസി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ തന്നെ ഏതെങ്കിലും ഒരു ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. കാരണം ഇനി SBI കഴിയുമ്പോൾ തന്നെ ഇപ്പം മാർച്ച് ഏപ്രിൽ ടൈമൊക്കെ ആയിരിക്കും PO ക്ലർക്ക് കഴിഞ്ഞ് വരിക. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും IBPSന്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ടൈമിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇപ്പം. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് എക്സാം പാറ്റേൺ നമുക്കൊന്ന് അറിയണം. അതിന് മുന്നേ ആയിട്ട് എക്സാംസ് ഏതൊക്കെ എഴുതാമെന്നൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഇപ്പം നോർമലി നമ്മൾ കാണുന്ന എക്സാംസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന എക്സാംസ് IBPSന്റെ എക്സാംസ് നമ്മൾ കാണാറുണ്ട്. IBPSന്റെ ക്ലർക്കും POയും നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ക്ലർക്കും POയും നമ്മൾ എക്സാംസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ചില നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, എക്സാംസിനും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും സ്പെഷ്യലിസ്റ്റ് SOടെ ഒക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് RRB എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ല, RRB എന്ന് പറയുമ്പോഴത്തേക്കും റൂറൽ ബാങ്കിന്റെ എക്സാംസ് ആണ്. ഓക്കെ, റീജിയണൽ റൂറൽ ബാങ്ക് എന്നാണ് നമ്മൾ പറയാം. നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ എക്സാംസ്. ഓക്കെ, അപ്പൊ ആ എക്സാംസിലും ഇതേ 3 കാര്യങ്ങൾ ക്ലർക്കും POയും SOയും നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട്, അല്ലെ വിളിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ SBIക്ക് നമുക്ക് ക്ലർക്കും POയും അതുപോലെ തന്നെ SOയും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ നോർമലി ഫോക്കസ് ചെയ്യുന്നത് ഈ 6 എക്സാംസ് ആണ്. IBPSന്റെ ക്ലർക്ക് PO, അതുപോലെ RRB ക്ലർക്ക് PO, അതുപോലെ SBI ക്ലർക്ക് PO. ഇതാണ് കൂടുതൽ പേരും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കൂടുതലും കാണുന്നത് ഈ എക്സാംസ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഈ എക്സാംസ് ആണ്. ഇത് കൂടാതെ നമുക്ക് RBIയുടെ എക്സാംസ് വരാറുണ്ട്. RBIയുടെ തന്നെ അസിസ്റ്റന്റ് പോസ്റ്റ് വിളിക്കാറുണ്ട്, ഓഫീസർ പോസ്റ്റ് വിളിക്കാറുണ്ട്, NABARD വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ വരുന്ന എക്സാംസ്, LIC പോലുള്ള എക്സാമുകൾ, LIC പോലെ വിളിക്കുന്ന ആ ഒരു രീതിയിലുള്ള എക്സാംസ് വിളിക്കാറുണ്ട്. അതുപോലെ PDF കോഴ്സുകൾ വിളിക്കാറുണ്ട്. നമുക്ക് ചില ബാങ്കുകൾ, പബ്ലിക് സെക്ടർ ബാങ്കിലും വിളിക്കാറുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കിലും വിളിക്കാറുണ്ട്. PGDF കോഴ്സുകൾ വിളിക്കാറുണ്ട്. PGDF കോഴ്സിന് വേറൊന്നുമല്ല, നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ്, നമുക്ക് ഒരു 8 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്കാണ് നമുക്ക് പലപ്പോഴും അവിടെ പോസ്റ്റിംഗ് കിട്ടുന്നത്. ആ ഒരു ലെവലുള്ള ആ ഒരു എക്സാംസ് നമുക്ക് ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന സമയം നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. LIC ഒക്കെ വരുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എക്സാം പാറ്റേണിലെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന പാറ്റേൺസ് തന്നെയാണ് പോകുന്നത്. ഇനി ഇത് പൊതുവെ മെയിൻ ആയിട്ടുള്ള എക്സാംസ് ആണ് ഞാൻ പറഞ്ഞുള്ളൂ. ഇത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ എക്സാംസും ചോദിക്കും. ഇനി എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ നമ്മൾ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് പ്രിലിംസും മെയിൻസും എന്നൊരു ഫോക്കസിലാണ് പോകുന്നത്. ഓക്കെ, പ്രിലിംസ് മെയിൻസ് ഫോക്കസിലായിരിക്കും നമുക്ക് പോവുക. അപ്പോൾ ഒരു പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും, പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് നമ്മൾ മെയിൻസ് എക്സാംസ് എഴുതി അങ്ങനെയാണ് നമ്മൾ ആ ലിസ്റ്റിലേക്ക് വന്നുപെടുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഈ ക്ലർക്ക് പോസ്റ്റുകളിലൊക്കെ
പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിൽ തീരുകയാണ് ചെയ്യുന്നത്. പക്ഷേ PO പോസ്റ്റിലേക്ക് വരുമ്പോൾ ഓഫീസർ പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കൂടെ എക്സ്ട്രാ വരും. ഓക്കെ, ഇന്റർവ്യൂ കൂടെ എക്സ്ട്രാ വരാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് GD ഒക്കെ. അങ്ങനെ എപ്പോഴും കാണാറില്ല GDയുടെ കേസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു പാറ്റേണിലാണ് പോകുന്നത്. പക്ഷേ ചില എക്സാം നമ്മൾ PGDF എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ മെയിൻസ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഒരൊറ്റ എക്സാംസ് മാത്രമേ കാണാറുള്ളൂ. അത് കഴിഞ്ഞ് നേരെ ഇന്റർവ്യൂ കഴിഞ്ഞ് പോകാന്നുണ്ട് ചില കേസുകളിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറൻസ് ആയിട്ട് വരാറുണ്ട് പാറ്റേൺസ്. പക്ഷെ പൊതുവേ നമ്മൾ കാണുന്നത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക എക്സാംസിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് ഈ പ്രിലിംസിനും മെയിൻസിനും എങ്ങനെയാണ് സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ നോക്കിയേ, പ്രിലിംസിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും റീസണിംഗ്, ഈ 3 ടോപ്പിക്കുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു പ്രിലിംസ് എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ്, മാത്സ് 35 ക്വസ്റ്റ്യൻസ്, റീസണിംഗ് 35, അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ഒരു പ്രിലിംസ് എക്സാമിന് വരാം. മൊത്തം 1 മണിക്കൂറാണ്. പക്ഷേ ഈ 1 മണിക്കൂർ എന്ന സമയത്ത് അത് ഒറ്റ മണിക്കൂർ, നമുക്ക് മുൻപ് കാലങ്ങളിലൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ ടൈമിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഒരൊറ്റ മണിക്കൂർ, ആ 1 മണിക്കൂർ നമ്മളായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തെടുത്ത് നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓരോ സെഷനും നമുക്ക് സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ ടൈമിംഗ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ എല്ലാത്തിനും ഇതേ പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ RRB എക്സാം വരുമ്പോഴത്തേക്കും ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് മാത്രമേ ഉള്ളൂ. അവിടെ ഇംഗ്ലീഷ് വന്നിട്ടില്ല, അല്ല ഇംഗ്ലീഷ് ഇല്ല. അപ്പൊ അവിടെയും ടൈം ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ 45 മിനിറ്റിൽ 80 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 45. അതിപ്പോ ഒരു കഴിഞ്ഞ വർഷം വരെയും നമുക്ക് ഇതിന് 2023 വരെയും നമുക്ക് വന്നത് 45 മിനിറ്റ് നമുക്ക് തന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളായിട്ട് തന്നെ ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 20-25 മിനിറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റീസണിംഗ് 25 മിനിറ്റും മാത്സ് 20 മിനിറ്റും ആ ഒരു രീതിയിലാണ് നമുക്ക് ടൈം സെപ്പറേറ്റ് ആക്കിയിരുന്നത്. അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വൽ ടൈമിംഗ് വന്നിട്ടുണ്ട് RRB എക്സാമിനും. നമ്മൾ പൊതുവേ കാണുന്നത് എപ്പോഴും പാറ്റേൺ ഡിഫറൻസ് വരുന്നത് SBI എക്സാമുകൾക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 6-7 കൊല്ലമായിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാം പാറ്റേൺ ആണെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ടൈമിംഗ് ആണെങ്കിലും എല്ലാം ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇതെല്ലാം നമ്മൾ കാണുന്ന ചേഞ്ച് വരുന്നത് എപ്പോഴും SBIയുടെ എക്സാമിനാണ്. SBIയുടെ എക്സാമിന് ഇതുപോലെ പല ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് അത് അടുത്ത 2 കൊല്ലം കഴിയുമ്പോൾ IBPS ചേഞ്ച് കൊണ്ടുവരും. അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും RRB എക്സാമിൽ കാണാറുണ്ട്, ചിലപ്പം ഇൻഷുറൻസ് മേഖലയിലെ എക്സാമിൽ ഇത് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സമയത്തും പല പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നൊരു മാറ്റമാണ് ഇൻഡിവിജ്വൽ ടൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെയിറ്റേജ് വരുന്നത് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് തന്നെയാണ്. പിന്നെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1/4 ആണ് നമുക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് നമുക്ക് വരുന്നത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഇൻഡിവിജ്വൽ കട്ട് ഓഫ് നമുക്ക് വരാറുണ്ട്. IBPS RRB എക്സാമുകൾക്ക് ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ഓരോ ടോപ്പിക്സിനും ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. പക്ഷേ SBI എക്സാമുകൾക്ക് ഇൻഡിവിജ്വൽ കട്ട് ഓഫ് വരാറില്ല. ഓക്കെ, SBI എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് വരാറില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ നിങ്ങൾ SBI POയുടെ പാറ്റേൺ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ വർഷം വിളിച്ച ഇതൊരു ഇന്നലെ നമുക്ക് 2 ദിവസമായത് വിളിച്ചുള്ളൂ. നമുക്ക് SBI POയുടെ നോട്ടിഫിക്കേഷൻ 2 ദിവസമേ അതുൽ സാർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ചാനൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൽ പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റിന്റെ വെയിറ്റേജ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ കണ്ടേ. കാരണം റീസണിംഗ് മാത്സിനൊക്കെ അവിടെ 30 ക്വസ്റ്റ്യൻസ് വെച്ചേ ഉള്ളൂ. നമുക്ക് ഇംഗ്ലീഷിന് കൂടുതൽ വെയിറ്റേജ്, നോർമലി SBI എക്സാംസിനൊക്കെ ഇംഗ്ലീഷിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അവർ കൂടുതൽ കൊടുത്തുകൊണ്ട് ഇപ്പൊ SBI ക്ലർക്കിൻ്റെത് ഇതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ SBI POയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രിലിംസ് പാറ്റേൺ നമുക്ക് വന്നിട്ട് അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന സമയത്ത് മെയിൻസിലേക്ക് നമ്മൾ പോവാണ്. മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് റീസണിങ്, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡും കൂടാതെ ജനറൽ അവയർനെസ്സും കൂടെ വരും. ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് ഒക്കെ നമ്മൾ പറയും. ഇപ്പൊ ബാങ്കിങ് റിലേറ്റഡ് ഡേറ്റാസും എക്കണോമിക് റിലേറ്റഡ് ഡേറ്റാസും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഒക്കെ എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് നമുക്ക് എന്താണ് ഒരു വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക് കൂടെ നമുക്ക് എക്സ്ട്രാ വരുന്നു. ബാക്കിയുള്ളതൊക്കെ റീസണിങ്, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ടോപ്പിക്കാണ്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റീസണിങ്ങിന് ഉണ്ടോ, റീസണിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. കാരണം 50 ക്വസ്റ്റ്യൻ ആണെങ്കിലും 60 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും 1 മാർക്ക് വെച്ചുള്ള വെയിറ്റേജ് ഉള്ളെങ്കിലും പക്ഷേ റീസണിങ്ങിന് 50 ക്വസ്റ്റ്യൻസിന് 60 മാർക്ക് കൊടുക്കുന്നുണ്ട്, വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങളിപ്പം SBIയുടെ നോക്കുകയാണെങ്കിൽ വെയിറ്റേജ് ഡിഫറൻസ് ആണ് കേട്ടോ, കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റീസണിങ്ങിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും ബാങ്ക് എക്സാമിന്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയുള്ളതിനൊക്കെ സെയിം വെയിറ്റേജ് ആണ്. ടൈം ഡിഫറൻസ് കൊണ്ട് ശ്രദ്ധിച്ചോണെങ്കിൽ നമുക്ക് ഓരോന്നിനും ടൈം ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ ഇൻഡിവിജ്വൽ ടൈമിംഗ് ആണ് വരുന്നത്. ഇൻഡിവിജ്വൽ കട്ട് ഓഫ് കട്ട് ഓഫ് ഉണ്ടായിരിക്കും, അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. നമുക്ക് ഓരോ ടോപ്പിക്കിനും ഒരു മിനിമം സ്കോർ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഉണ്ടായിരിക്കണം നമുക്ക്.
ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, SBI എക്സാം ഇപ്പോൾ നിലവിൽ വിളിച്ചുകൊണ്ട് ഞാൻ പറയാണ്, SBI എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇല്ല. ഓക്കെ, ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇല്ല. അവിടെ പ്രിലിംസിനായാലും മെയിൻസിനായാലും സെപ്പറേറ്റ് ടോപ്പിക്കിന് കട്ട് ഓഫ് ഇല്ല, ഒറ്റ കട്ട് ഓഫേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ടോട്ടൽ സ്കോറിലാണ് എന്ത് ചെയ്യുന്നത് അവർ നോക്കുന്നത്. അപ്പൊ അവിടെയും നമുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെയിറ്റേജ് അവർ ഇംഗ്ലീഷിനും കറണ്ട് അഫയേഴ്സിനൊക്കെ അവർ കുറച്ച് വെയിറ്റേജ് കൂടുതൽ അവർ കൊടുക്കും. വെയിറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് അവരവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരുവിധം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മാത്സ് റീസണിങ് കൂടെ പ്രിപ്പയർ ചെയ്യണം. മാത്സ് റീസണിങ് എന്തായാലും പ്രിപ്പയർ ചെയ്ത് വരത്തുള്ളൂ. അതുപോലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ പോകണമെങ്കിൽ നമുക്ക് മാത്സ് റീസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്തും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും SBI എക്സാംസിന്റെ പ്രിലിംസും മെയിൻസും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി SBI ക്ലർക്കിന്റെ പാറ്റേൺ ഇത് തന്നെയാണ് കേട്ടോ, വ്യത്യാസം വന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം വല്ലതും എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ കൊല്ലം എന്തായാലും അതിന് മാറ്റം വന്നിട്ടില്ല. PO എക്സാമിന് മാത്രമേ എന്തുള്ളൂ അത് മാറ്റം വന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ RRB എക്സാമിലേക്ക് പോകുമ്പോൾ, റൂറൽ ബാങ്കിന്റെ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണിങ്, ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ അവയർനെസ്സിന് കൂടാതെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. കമ്പ്യൂട്ടർ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്കായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മെയിൻസിന്റെ പാറ്റേണും വരും. അപ്പൊ ഇവിടേക്ക് എനിക്ക് പറയാനുള്ളത്, റീസണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു 35 ക്വസ്റ്റ്യൻ, ഓക്കെ, 35 മാർക്ക്, ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് തന്നെയാണ് ഇവിടെ വരുന്നത് പ്രിലിംസ് എക്സാമിന്. അത് 20 മിനിറ്റിലാണ്. നിങ്ങൾ 20 മിനിറ്റിലാണ് 35 ക്വസ്റ്റ്യൻ. അത് മാത്സ് ആണെങ്കിൽ 20 മിനിറ്റ് 30 ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, അപ്പൊ മാത്സ് റീസണിങ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് റീസണിങ് കുറച്ചും കൂടെ എന്താ പറയാ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം എല്ലാവരും സ്കോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് റീസണിങ്. അപ്പൊ നിങ്ങൾ സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് റീസണിങ് സ്കോർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ റീസണിങ് പഠിക്കാവുള്ളൂ. ഓക്കെ, റീസണിങ്ങിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഒരു സമയത്ത് ഇപ്പോൾ മാത്സ് ആവുന്ന സമയത്ത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് ബേസ് പഠിച്ചാൽ കൂടിയും ഓരോ ടൈപ്പ് വരുമ്പോഴും അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി അതിന്റെ ക്വസ്റ്റ്യൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനും അത് സെപ്പറേറ്റ് നമ്മൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷേ റീസണിങ്ങിന്റെ കേസിൽ ടോപ്പിക്കിന്റെ ഒരു ബേസ്, ഒരു ലോജിക് കൺസെപ്റ്റ് ആണ്. ആ ലോജിക് കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അതിന് ഏത് ടൈപ്പ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതേ ലോജിക് അപ്ലൈ ചെയ്ത് സെയിം കൺസെപ്റ്റ് യൂസ് ചെയ്ത് ആ ബേസ് കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണ് അത് ചെയ്യാൻ സാധിക്കും. അതാണ് റീസണിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു ക്ലർക്ക് ലെവൽ എക്സാം ഒക്കെ ആകുമ്പോൾ 20 മിനിറ്റ് നമുക്ക് ഉറപ്പായിട്ടും ഒരു 30 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 33 മാർക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും 33 മാർക്സ് നമുക്ക് ഉറപ്പായിട്ടും റീസണിങ്ങിന് അത് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേസമയം ഒരു PO ലെവൽ എക്സാം ഒക്കെ ആണെങ്കിൽ, ഓഫീസർ പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് വരാറുണ്ട് എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 25 to 30 നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇവിടെയാണ് റീസണിങ്ങിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ഈ പറയുന്ന മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും എക്സാമിന്റെ ലെവൽ ഒന്ന് മാറും. അതായത് നമ്മൾ പ്രിലിംസിൽ കാണുന്ന ആ ഒരു സംഭവം അല്ല മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാം. മെയിൻസിലേക്ക് വരുമ്പോൾ പാറ്റേണിന് ഡിഫറൻസ് വരുന്ന പോലെ തന്നെ വെയിറ്റേജ് കൂടുന്ന അനുസരിച്ച് തന്നെ അതുപോലെ തന്നെ ആ ഒരു എന്താണ് ക്വസ്റ്റിന്റെ ലെവലും കൂടെ ഒന്ന് മാറും. ഓക്കെ, അപ്പൊ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ കടുപ്പമായിരിക്കും. അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻ 60 മാർക്ക് എന്ന് പറഞ്ഞാലും ഈ ഒരു എന്താ പറയുക ഒരു 30 പ്ലസ് 30 to 35 റേഞ്ചിലൊക്കെയാണ് പലരും സ്കോർ ചെയ്യുക. അല്ലെങ്കിൽ ഒരു നല്ല സ്കോർ 35 to ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. കാരണം അതിൽ കൂടുതൽ സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം നമുക്ക് ഇതിനകത്ത് ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എങ്കിലും ഞാൻ ജസ്റ്റ് പറയുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. ആ ടോപ്പിക്കുകളാണ് നമ്മുടെ എന്താ പറയുക മെയിൻസിന് നിർണായകമായിട്ട് വരിക. ഓക്കെ, മെയിൻലി നമുക്കൊരു 75% സിറ്റിംഗ് അറേഞ്ച്മെന്റും പസിലും ആയിരിക്കും നമുക്ക് ഇതിനകത്ത് കൂടുതലും വരിക. അപ്പൊ അത് നമുക്ക് എങ്ങനെ നമ്മൾ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ നല്ലപോലെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ടോപ്പിക്കുകളുടെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് റീസണിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ റീസണിങ്ങിന്റെ കൺസെപ്റ്റും വെയിറ്റേജും കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന്റെ കൂടെ റീസണിങ് നമുക്ക് എന്തൊക്കെ ടോപ്പിക്കുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരുന്ന് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക്കുകളെ കുറിച്ച് ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പോൾ ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, എന്താണ് കാര്യങ്ങളൊക്കെ, എങ്ങനെ വെയിറ്റേജ് എത്ര വരും എന്നൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് പ്രിപ്പറേഷനും പ്രാക്ടീസും നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ദിശ അക്കാഡമി നമുക്ക് ആപ്പിനകത്ത് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 27th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക്
ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ബേസിക് കൺസെപ്റ്റ് ഓക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ബേസിക് നിങ്ങൾ ഓക്കെ ഒരു മാസം കൊണ്ട്, ഇപ്പോൾ ഒരു നമുക്ക് SBI എക്സാം ഞാൻ ഫോക്കസ് ചെയ്ത് പറയാണ്, ഒരു മാസം നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു ജാനുവരി എൻഡോടെ തന്നെ നമുക്കൊരു ബേസിക് കൺസെപ്റ്റ് കംപ്ലീറ്റ് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ റീസണിങ് മാത്സും എല്ലാം ബേസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു മാസത്തെ ഒരു സമയം കിട്ടും. ഒരു ഫെബ്രുവരി ടൈമിലാണ് നമുക്ക് എക്സാം പ്രിലിംസ് പറയുന്നതെങ്കിലും നമുക്ക് ഒരു മാസം ടൈം എന്തായാലും കിട്ടും. അത് ഒന്ന് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്പീഡും ആക്യുറസി ഒക്കെ ഒന്ന് കൂട്ടാനായിട്ട് അതൊന്ന് എത്തിക്കഴിഞ്ഞാൽ, അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു പ്രിലിംസും ക്രാക്ക് ചെയ്ത് മെയിൻസിലേക്ക് പോകാൻ സാധിക്കും. ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ ഉള്ള ഈ ഒരു ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും SBI എക്സാം കഴിയുമ്പോൾ PU എക്സാം ഉടനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ IBPS എക്സാം വരും. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് പോലെ SBI എക്സാം നിങ്ങളൊരു നല്ല പ്രാക്ടീസ് പോലെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് SBI PUവും കഴിഞ്ഞ് IBPSും RRB ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിനകത്തൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ എഴുതിക്കുന്നതിനകത്ത് ലാസ്റ്റ് 2 ടോപ്പിക്കുകൾ, ഈ മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് അതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ 2 ടോപ്പിക്കുകൾ, ഡേറ്റ സഫിഷ്യൻസിയും അങ്ങനെ തന്നെയാണ്. ഈ 3 ടോപ്പിക്കുകൾ മെയിൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, കാരണം ഇത് പ്രിലിംസ് എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. ഈ 3 ടോപ്പിക്കുകളും മെയിൻസിന് ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്കുകളാണ്. ബാക്കി ടോപ്പിക്കുകളല്ല, ഡേറ്റ സഫിഷ്യൻസി വേണമെങ്കിൽ നമുക്ക് പ്രിലിംസിന് ചോദിക്കാം, പക്ഷെ അങ്ങനെ ചോദിച്ച് കാണാറില്ല. മെയിൻസിനാണ് സാധാരണ ചോദിച്ച് കാണാറ്. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്കെല്ലാം നമുക്ക് എന്താണ് പ്രിലിംസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ, ബ്ലഡ് റിലേഷനും കോഡിങ്ങും റാങ്കിങ്ങും ഒക്കെ നമ്മൾ ഈ കാണുന്ന ഈ ടോപ്പിക്കുകളല്ല നിങ്ങളിപ്പോൾ SSC റെയിൽവേ എക്സാം ഫോക്കസ് ചെയ്യുന്നെങ്കിലും സിലോജിസവും എല്ലാം നമ്മൾ ഒരു SSC റെയിൽവേ എക്സാം ഫോക്കസ് ചെയ്യുന്നെങ്കിൽ കൂടി നമ്മൾ കാണുന്ന ടോപ്പിക്സുകൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിപ്പോ നമുക്ക് നോർമലി ഒരു ബാങ്ക് എക്സാമിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു 1 to 2 മാർക്സിന് വെയിറ്റേജ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിലിംസിന്റെ കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബ്ലഡ് റിലേഷൻ ആണെങ്കിലും അതുപോലെ 1 to 2 മാർക്സിന്റെ ഒരു വെയിറ്റേജ് വരുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും ടോപ്പിക്കുകൾ അങ്ങോട്ട് മാറ്റി തിരിച്ച് ചോദിക്കട്ടോ. ചിലപ്പം ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കും, ചിലപ്പോൾ ബ്ലഡ് റിലേഷൻ കാണത്തില്ല, ചിലപ്പോൾ ബ്ലഡ് റിലേഷൻ കാണും, ചിലപ്പോൾ ഡയറക്ഷൻ കാണും, ചിലപ്പോൾ രണ്ടിനും ഒരേ മാർക്കിന് ഓരോ മാർക്ക് വെച്ചുള്ള ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തരാറാണ് പതിവ്. ഓക്കെ, കോഡിങ് ഡീകോഡിങ് നമ്മൾ പൊതുവേ കാണുന്നത് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. 3 to 5 മാർക്ക് വേണമെങ്കിൽ പറയാം, 3 to 5 മാർക്സ്. കാരണം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സാധാരണ നമ്മൾ കോഡിങ് കാണുന്നതെങ്കിലും ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ ഉള്ള രീതിയിൽ ചെറുത് വേറെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറയ്ക്കാറുണ്ട്. എന്തായാലും 3 to 5 മാർക്സിന് കോഡിങ് ഡീകോഡിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. കോഡിങ് ഡീകോഡിങ് ഏറ്റവും സിമ്പിൾ ടോപ്പിക് ആണ് നമുക്ക് പ്രിലിംസിന് വരുന്ന സമയത്ത് കോഡിങ് ഡീകോഡിന്റെ കേസ്. റാങ്കിങ് ആൻഡ് ഓർഡറിങ് വരുമ്പോഴും തന്നെ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്നത് കുറവാണ്. റാങ്കിങ്ങിനുണ്ട് ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറില്ലെങ്കിലും ചില ഷിഫ്റ്റുകൾ മാറുന്നതനുസരിച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇനിക്വാളിറ്റിയും 3 to 5 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിക്വാളിറ്റി നമ്മൾ SSC എക്സാമിൽ നമ്മൾ പഠിക്കാറില്ല, അങ്ങനെ അധികം പഠിക്കാറില്ല. പക്ഷെ റെയിൽവേ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ചിലപ്പം പഠിക്കേണ്ടി വരും, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. SSCയുടെ മെയിൻസിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സിലോജിസം നമ്മൾ എവിടെ പോയാലും കാണുന്ന ടോപ്പിക്കാണ് സിലോജിസം എന്ന് പറഞ്ഞാൽ. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കാണ് സിലോജിസം എന്ന് പറയുന്നത്. അതൊരു 3 to 5 മാർക്സ്. 3 to 5 മാർക്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും 5 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് കാണാറുണ്ട്. സ്ഥിരം ക്വസ്റ്റൻ ആണ് കേട്ടോ. ബാങ്ക് എക്സാമിന്റെ 5 മാർക്കിന് സ്ഥിരം ക്വസ്റ്റൻ ആയിട്ടാണ് സിലോജിസം വരെ. ചിലപ്പോൾ മാത്രം 3 ക്വസ്റ്റൻ ആയിട്ട് ഒതുക്കാറുണ്ട്. ആൽഫ ന്യൂമറിക് സീരീസും ഇതുപോലെ 3 to 5 മാർക്കിന് ബാങ്ക് എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ആൽഫബറ്റ് ടെസ്റ്റ് 1 മാർക്കിനോ 2 മാർക്കിനോ വെയിറ്റേജ് വെച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ ആൽഫബറ്റ് ടെസ്റ്റിന്റെ ഒരു 4-5 ടൈപ്പുകൾ ഉണ്ടെങ്കിലും അതിൽ 2 ടൈപ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് എപ്പോഴും. പിന്നെ വരുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാങ്ക് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്, ഈ 2 ടോപ്പിക്കുകളും കൂടെ നിങ്ങൾക്ക് ഒരു 35 മാർക്കിന്റെ എക്സാമിന് 20 മുതൽ 25 മാർക്കിന് ചോദിക്കും. ഒരു പ്രിലിംസ് എക്സാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞു. അതിൽ 20 മുതൽ 25 മാർക്കിനും ഓക്കെ ഒരു 75% ടോപ്പിക് ക്വസ്റ്റ്യൻ വരെ നമുക്ക് എവിടെ നിന്നാണ്, സിറ്റിംഗ് അറേഞ്ച്മെന്റും പസിൽ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ്, ആ 2 ടോപ്പിക്കിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ടോപ്പിക്കും സിറ്റിംഗ് അറേഞ്ച്മെന്റും പസിലാണ് ഒരു ബാങ്ക് എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. അത് നല്ലപോലെ പഠിക്കാം. ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്കുകളൊക്കെ നമുക്ക് ബാങ്ക് എക്സാമിന് നമുക്കൊരു മെയിൻസ് ലെവലിൽ മാത്രമേ ചോദിക്കാറുള്ളൂ. മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ടും ഡേറ്റ സഫിഷ്യൻസിയും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് റീസണിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ചുമ്മാ പോയി എഴുതിയാൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. ബൈ പ്രാക്ടീസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ടോപ്പിക്കുകൾ നമുക്ക് നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ബേസ് ക്ലിയർ ആക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ബേസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ SBIയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ SBIയുടെ നമുക്കൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം.
SBI നിങ്ങൾ ക്ലർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് SBI PO കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു, ഡേറ്റും കാര്യങ്ങളും നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ കൂടെ പഠിച്ചു പോകാൻ സാധിക്കും. ക്ലർക്ക് ലെവൽ പോലെ അല്ല PO ലെവൽ. ക്ലർക്ക് ലെവലിൽ നിന്ന് കുറച്ചൊന്ന് മാറി PO ലെവൽ പഠിക്കണം. അപ്പോൾ ക്ലർക്ക് ലെവൽ പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ PO ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും, കൺസെപ്റ്റിൽ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും PO ലെവലിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ അത് സെപ്പറേറ്റ് നമുക്ക് ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് ഒരു മാസത്തിനകത്ത് ക്ലാസ് ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും. വെച്ചാൽ ക്ലാസ് ടോപ്പിക്ക് ഏകദേശം ആവും. അപ്പോഴത്തേക്കും പ്രാക്ടീസ് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ടും ഈ വർഷത്തെ ബാങ്ക് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ബാങ്കിങ് ചാനലിലും അതുപോലെ നമ്മുടെ മെയിൻ ചാനലിലും കുറച്ച് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് എന്താ പറയുക, നിങ്ങൾ വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടന്റ് ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.